ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. ഈ പുണ്യഭൂമിയിൽ, ഈ പുണ്യ അൾത്താരയിൽ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിനീത് തോമസ്. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ചെങ്ങന്നൂർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 14, 2024 എൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് അമ്മ മാധ്യസ്ഥം വഴി ഈശോ എൻ്റെ കുഞ്ഞിന് കൊടുത്ത രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ വന്നത്. ജനുവരി 20 രാവിലെ സ്കൂളിൽ പോകുവാനായിട്ട് ഒരുങ്ങിയ എൻ്റെ കുഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ഭയങ്കര വയറുവേദന എടുക്കുന്നു, അമ്മ എനിക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. പോസ്റ്റ് BSc സെക്കൻഡ് ഇയർ എക്സാമിന് വേണ്ടി ബാംഗ്ലൂർ ആയിരിക്കുന്നു. ഞാനപ്പോൾ ഞാൻ അന്നേരം വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓട്ടോയിൽ വരുന്നതിന് മുൻപ് കുഞ്ഞെന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് നല്ല വേദനയുണ്ട്, അമ്മ എനിക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുകയും അത് ചെറിയ വേദനയാണല്ലെന്ന് എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, മോനെ സിവിയർ പെയിൻ ആണെങ്കിൽ മോള് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഞാൻ പോകും, കാരണം അന്നൊരു ടെസ്റ്റ് പേപ്പറുണ്ട്, മാത്രമല്ല ഒരു ദിവസം പോകാതിരിക്കുമ്പോൾ അന്നത്തെ നോട്ട്സുകളെല്ലാം പെൻഡിങ് വരും, എന്തായാലും ഞാൻ പോകുവാണ്, അമ്മ എനിക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക, അവിടെ ചെല്ലുമ്പോൾ മാറുമായിരിക്കും എന്ന് പറഞ്ഞു. കുഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലവീനയ്ക്ക് തീരെ വയ്യ, നല്ലവണ്ണം വയറുവേദനയുണ്ട്, എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ ഉടനെ അമ്മയെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞിനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അമ്മ പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോവുകയും കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരികയും അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോകാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കൊണ്ടുപോകണ്ട, നമുക്കെല്ലാം അറിയാം ക്ലിനിക്കുകളിൽ വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല, അതുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്ന പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഉള്ള ഒരു സ്ഥലത്തോട്ട് തന്നെ കൊണ്ടുപോകാം, നമ്മുടെ അവിടെ നിന്ന് തന്നെ 1/4 മണിക്കൂർ യാത്ര ചെയ്യണമെന്നേ ഉള്ളൂ, ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് തന്നെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടറിൻ്റെ വൈഫ് എടുത്തിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു, 1 മണി വരെ ഡോക്ടറുണ്ട്, എമർജൻസി ആയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു. ഞാൻ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ വിവരം അറിയാൻ അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞു, കുഞ്ഞിൻ്റെ സ്കാനിങ് കഴിഞ്ഞു, നീ എന്നത്തേക്കാണ് വരുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അമ്മ കാര്യം പറഞ്ഞു, ഞാൻ ടെൻഷൻ അടിക്കത്തില്ല എന്ന് പറഞ്ഞു. പീഡിയാട്രീഷ്യൻ സർജനുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം, എമർജൻസി ആയിട്ട് കുഞ്ഞിനൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എന്തോ ആണ് പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞു. അമ്മ ഫോൺ വെക്കുകയും ചെയ്തു. അത് കേട്ടതോടുകൂടി എൻ്റെ നിയന്ത്രണമെല്ലാം വിട്ടുപോയി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എനിക്ക് ആകെ ബലം പരിശുദ്ധ അമ്മമാത ഈശോയാണെന്ന് എനിക്കത് മനസ്സിലായി. ഞാൻ മാതാവിനോട് മധ്യസ്ഥം പ്രച്ച് പ്രാർത്ഥിച്ചു. അമ്മ സഞ്ചരിക്കുന്ന മാതാവാണല്ലോ, അമ്മ എനിക്ക് ഇപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മ ഈശോയും കൂട്ടി ഈ നിമിഷം കുഞ്ഞിൻ്റെ അടുത്ത് പോവുകയും അവൾക്ക് ഞാനില്ലാത്തതിൻ്റെ കുറവ് ഇല്ലാതിരിക്കുകയും അവളെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വേണം. മാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് കത്തി വെക്കുവാൻ ഇടവരുത്തരുത്. അവൾക്കൊരു പോറൽ പോലും പറ്റാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ അമ്മ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും. അങ്ങനെ രാവിലെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് മാവേലിക്കര ഹോസ്പിറ്റലിൽ പോകാൻ പോകുന്നതിൻ്റെ മുൻപായിട്ട് വീട്ടിലെ ഏക ആശ്രയമായിട്ടിരുന്നത് ഉപ്പാണ്. ഇവിടുന്ന് കിട്ടിയ ആ ഉപ്പയിൽ ഒരല്പം കുഞ്ഞിൻ്റെ വായിൽ എടുത്തിട്ട് കൊടുത്ത് അങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അവസരത്തിലെല്ലാം സാധാ ഒരു വയറ്റുവേദനയായിരിക്കും എന്നാണ് ചിന്തിച്ചത്. എങ്കിലും മാതാവേ കുഞ്ഞിനെ കാത്തുകൊള്ളണേ, അവൾക്കൊരു കുഴപ്പവും വരുത്തല്ലേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ഉള്ളി കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞിനെയും കൊണ്ട് മാവേലിക്കര ശ്രീകണ്ഠപുരം ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചു. ഉടനെ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലോ ബിലിവേഴ്സ് ഹോസ്പിറ്റലിലോ കൊണ്ടുപോകണം, അവിടെ പീഡിയാട്രിക് സർജനുണ്ട്, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്കാൻ ചെയ്ത റിസൾട്ട് ഈ ചിൽഡ്രൻസിൻ്റെ ഡോക്ടറുടെ കയ്യിൽ, മാവേലിക്കരയിലെ ഡോക്ടറുടെ കൊടുത്തു. ആ ഡോക്ടർ അത് നോക്കിയേച്ച് ഞങ്ങളെ അകത്തോട്ട് വിളിച്ച് ഞാനും എൻ്റെ ഭർത്താവും കൂടി കയറി ചെന്നപ്പോൾ
ഡോക്ടർ ഇങ്ങനെ വിരലും കൊണ്ട് ആ സ്കാൻ ചെയ്ത റിസൾട്ട് ഞങ്ങളെ കാണിക്കുകയാണ്. ഫെലോപ്പിയൻ ട്യൂബ് റൈറ്റ് ഓവറിയയിൽ ചുറ്റി ഓവറി ചരിഞ്ഞിരിക്കുകയാണ്. രണ്ടായാലും കുഞ്ഞിന് ഓപ്പറേഷൻ വേണം, അതെടുത്തെങ്കിലേ പറ്റൂ. കാരണം 2 ഓവറി ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് പോയാലും കുഴപ്പമില്ല, ആ ഓപ്പറേഷൻ വേണം. രണ്ടാമത് കുഞ്ഞിന് ഫെലോപ്പിയൻ ട്യൂബിന് നിറവ്യത്യാസമോ ബ്ലഡ് സർക്കുലേഷൻ റൈറ്റ് ഓവറിക്ക് ഇല്ലാതെ വരികയോ യൂട്രസിൽ ബ്ലഡ് കയറിയിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കായിട്ട് ബുദ്ധിമുട്ടും പ്രയാസവുമായിരിക്കും. എന്തായാലും നിങ്ങളെ എത്രയും പെട്ടെന്ന് ബിലിവേഴ്സിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ ചെന്നു. ഞങ്ങൾ പോകുന്നതിൻ്റെ മുമ്പേ ഇവിടുന്ന് ഡോക്ടർ അവിടെ വിളിച്ച് ഇൻഫർമേഷൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ എല്ലാം സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. അങ്ങനെ കുഞ്ഞിനെ അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കുഞ്ഞിനെ സ്കാൻ ചെയ്ത് ആ റിസൾട്ട് ഡോക്ടർ വെളിയിൽ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പറഞ്ഞത്, ദൈവമാതാവിനോട് ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും ദൈവമാതാവ്, ഞങ്ങൾ മാവേലിക്കരയിൽ നിന്ന് ബിലിവേഴ്സിൽ പോകാൻ 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഈ 1 മണിക്കൂർ കൊണ്ട് എൻ്റെ അമ്മ മാതാവും ഈശോയും എൻ്റെ കുഞ്ഞിനോട് അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങളോട് അവിടെ റൈറ്റ് ഓവറി ചരിഞ്ഞിരിക്കുകയാണ്, അതെടുക്കണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞിൻ്റെ റൈറ്റ് ഓവറിക്ക് ഒരു കുഴപ്പവുമില്ല. ഡോക്ടർ പറയുവാണ്, കുഞ്ഞിൻ്റെ ഓവറി ചരിഞ്ഞല്ലിരിക്കുന്നത്, അതിനൊരു കുഴപ്പമില്ല, അതിൻ്റെ ഓർണമെൻറ്റ്സിനൊന്നും ഒരു കുഴപ്പവുമില്ല. അതിൻ്റെ ചുരുണ്ടിരിക്കുന്ന ആ ഫെലോപ്പിയൻ ട്യൂബ് ഒന്ന് നൂത്തിട്ടാൽ മതി, അതിന് ഓവറി നേരെയായിരിക്കുന്നത്, അത് ചരിഞ്ഞിട്ടില്ല, അതിനൊരു കുഴപ്പവും ഇല്ല. അത് ആ ട്യൂബ് ഒന്ന് നൂത്തിട്ടാൽ മാത്രം മതി, അതിന് കീഹോളി ചെയ്താൽ മതി, അതിന് ഓപ്പറേഷൻ വേണ്ടെന്ന്. അപ്പോഴാണ് എൻ്റെ മാതാവ് ഞങ്ങൾക്ക് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു, മാതാവേ, ഒരു പെൺകുഞ്ഞാണ്, 1 ഓവറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 ഓവറിയേ ഉള്ളൂ, ഈ കുഞ്ഞ് ജീവിതകാലം ജീവിക്കേണ്ടതാണ്, അതിൻ്റെ ഓവറി എടുക്കരുത്. ഞങ്ങളിവിടുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ, അമ്മയും പെണ്ണാണല്ലോ, എൻ്റെ കുഞ്ഞിനെ കരുതിക്കൊള്ളണേ. ഞങ്ങളിവിടുന്ന് മാവേലിക്കരയിൽ നിന്ന് അവിടെ ചെന്നു കഴിഞ്ഞും എൻ്റെ കുഞ്ഞിനെ മാതാവിൻ്റെ കരങ്ങളിൽ മാതാവ് വഹിച്ചു. അവളെ കാത്തു പരിപാലിച്ചതിൻ്റെ കൃപയായിട്ട് ദൈവം ആദിയിൽ സൃഷ്ടിച്ച ഒരു ഓർണമെൻറ്റ്സിനും കുഞ്ഞിന് ഒരു കുഴപ്പവും വരാതെ കുഞ്ഞിനെ കാത്തു പരിപാലിച്ചു ഞങ്ങൾക്ക് സന്തോഷം തന്നു. പക്ഷേ ആ ഓപ്പറേഷന്, ആ കീഹോളിന് മുമ്പ് കുഞ്ഞിൻ്റെ ആ ഓവറിയുടെ അടിയിലായിട്ട് വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ എടുത്ത് കാണിച്ചു, ഒരു മീൻ ചെതുമ്പൽ പോലെ. അത് ബയോപ്സിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ റിസൾട്ട് വാങ്ങിക്കാനും കുഞ്ഞിൻ്റെ സ്റ്റിച്ചിങ്ങിനും വേണ്ടി ഞങ്ങൾ 30-ാം തീയതി പോയി ഡോക്ടറെ കണ്ടു. ഞങ്ങൾ ചോദിച്ചു, ഡോക്ടറെ, ബയോപ്സിയുടെ റിസൾട്ട് കിട്ടിയോന്ന്? അന്നേരം ഡോക്ടർ പറയുന്നത്, അവൾക്കൊരു കുഴപ്പമില്ല, അവൾ ഇന്ന് 3-ാം തീയതിയാണ്, മൂന്നാം തീയതി മുതൽ അവളെ സ്കൂളിൽ വിട്ടു. അവൾക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് അവളെ 3-ാം തീയതി മുതൽ സ്കൂളിൽ വിട്ടു. അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായി. എൻ്റെ മാതാവ് ഞങ്ങളോട് കൂടെ ഇരുന്നു, എൻ്റെ കുഞ്ഞിനെ കരുതി. മാതാവിൻ്റെ കൃപ, മാതാവ് കർത്താവിനോട് സ്ത്രീകളിൽ വെച്ച് ഏറ്റവും വേദനപ്പെട്ടതും ഇനിയും വേദനിക്കാൻ ആരും ഉണ്ടാകത്തില്ല, സ്ത്രീകളിൽ ഏറ്റവും വേദനപ്പെട്ട അമ്മ, ആ അമ്മ മാതാവ്, പരിശുദ്ധ ദൈവമാതാവ്, വിശുദ്ധ കന്യകാമറിയം. ആ കന്യകാമറിയം എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് വന്നു. 10 വയസ്സ് കഴിഞ്ഞ എൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനോട് മനസ്സലിവ് കാണിച്ചു, ദയ കാണിച്ചു. തൻ്റെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി അപേക്ഷിച്ചു, യാചിച്ചു. അമ്മയുടെ കൃപയാണ്, അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രം അവളിന്ന് ഈ ആരോഗ്യത്തോടെ ഇവിടെ, അവളുടെ ഒരവയവങ്ങളും പോകാതെ അവൾ ഇന്ന് ഈ ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുന്നതിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ
എനിക്ക് ഇത്രത്തോളം വിടുതൽ തന്നെ എൻ്റെ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു. 26-ാം തീയതിയാണ് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തത്. അപ്പോൾ അന്ന് സ്റ്റിച്ച് റിമൂവ് ചെയ്യാതാണ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ എന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുവോ അന്ന് ഏത് സമയത്താണെങ്കിലും ഒന്നുമില്ല, ഞാൻ അമ്മ മാതാവിനെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടേ ഞാൻ എൻ്റെ ഭവനത്തിലോട്ട് പോകത്തുള്ളൂ. അതുപോലെ തന്നെ 26-ാം തീയതി ഞങ്ങളിവിടെ വരികയും വൈകിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അന്നേരം ഒരു അച്ഛനുണ്ട്, ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു വന്നത്. പക്ഷേ ബയോപ്സിയുടെ റിസൾട്ട് കിട്ടിയതിന് ശേഷം പെടുത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരിക, ഇവിടെ വന്ന ഫ്രണ്ടിലത്തെ ഗ്രോട്ടോയുടെ അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ വന്നാണ് ഞങ്ങളിരുന്നത്. അതുവരെ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നും എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലെന്നും ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 30-ാം തീയതി ബയോപ്സിയുടെ റിസൾട്ടിൻ്റെ ആ സ്റ്റിച്ച് റിമൂവ് എടുക്കാൻ പോകുന്നെന്നും ഞങ്ങൾ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി ഉപ്പും തേനും തൈലവും എല്ലാം ഉപയോഗിച്ചും പോകുന്ന വഴികളിലെല്ലാം ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഡോക്ടറുടെ ക്യാബിന് കയറുന്നതിന് മുമ്പും ആരും ചവിട്ടാത്തടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് ഞങ്ങൾക്ക് ഇടുവാൻ സാധിച്ചു. ഇതെല്ലാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം ഈശോ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ്. ഇത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ഉടമ്പടി പത്രം, വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പൂശി ഞാൻ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും കടകളിലും ഞാൻ 2 വീലർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം ഒരു മടിയും കൂടാതെ എനിക്കത് സാധിക്കുകയും ചെയ്തു. ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ഉടമ്പടി പത്രം ആദ്യം കൊടുക്കാൻ എല്ലാവർക്കും ഒരു മടിയാണെന്ന്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്കൊരു മടിയും കൂടാതെ ഉടമ്പടി പത്രം കൊടുക്കുവാനും കാരുണ്യപ്രവൃത്തി ചെയ്യുവാനും എന്നെ അനുഗ്രഹിക്കണേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു. ഞാൻ 3-4 ദിവസം കൊണ്ട് തന്നെ ഉടമ്പടി പത്രം എനിക്ക് കൊടുക്കാൻ സാധിക്കും. അതും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മഹത്വം പറഞ്ഞു തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനവും അവർ ഡെയിലി ബ്രെഡും സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കുകയും ഞാനത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും ഞാൻ എൻ്റെ വാട്സപ്പ് വഴി എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ പൊതിച്ചോറുണ്ടാക്കി തെരുവോരങ്ങളിലും പിശ യാചിക്കുന്നവർക്കും ഓൾഡ് ഏജ് ഹോമിലും കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ ആര് കൈ നീട്ടിയാലും അവരെ ഞാൻ വെറും കൈയോട് ഞാൻ മടക്കി വിടാറില്ല. എൻ്റെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് എല്ലാവർക്കും ഞാൻ കൊടുത്തു വിടാറുണ്ട്. അതുപോലെ തന്നെ പറയുന്നതിൽ വ്യക്തത എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് ഞാൻ ഉടമ്പടി ഉപ്പ് ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി ഉപ്പ് ഞാൻ കൊടുക്കുകയും ഇത് നിങ്ങൾ ഉപയോഗിക്കണം, കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണമെന്നാണ് പറഞ്ഞു വിടുന്നത്. അതുപോലെ തന്നെ ആത്മീകമായിട്ടുണ്ടായ വളർച്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കുടുംബ പ്രാർത്ഥന എന്നതുള്ളത് പലരും പല സമയത്തായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലുവാനും അതിലൊരു മുടക്കം വരാതെ ഞങ്ങൾക്കത് നോക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരാൾ ലീഡ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടത്ത് ഞങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. അതുപോലെ തന്നെയാണ് കുഞ്ഞിന് പ്രാർത്ഥിക്കാൻ മടിയാണ്, പേടിയാണെന്ന് പറഞ്ഞിടത്ത് അവൾ തന്നെ മാതാവിനോട് മാധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന്. അതിൻ്റെ കൃപ കാരണം അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം ഈശോ അവളെ തൊട്ട് അവൾക്ക് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കൃപാവരങ്ങൾ തന്നെ അവൾക്ക് കൊടുത്തു. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരെക്കാട്ടിലും നല്ല വൃത്തിയായിട്ട് ഓരോ കാര്യങ്ങളെടുത്ത് എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അരമണിക്കൂറുള്ള ബൈബിൾ വായന, ഇതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം നടന്ന കാര്യങ്ങളാണ്. എൻ്റെ ഒപ്പം തന്നെ ഇപ്പം എൻ്റെ കുഞ്ഞും അരമണിക്കൂർ ബൈബിൾ വായനയുണ്ട്. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത്രയും ചെറിയതും വലിയതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാത്തിനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 116:10 ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ബിനി തോമസ് എന്ന ഈ സഹോദരിയും അമ്മയും കുഞ്ഞും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടു കൂടി അമ്മ മാതാവ് ഈ കുടുംബത്തിന് നൽകിയ വലിയൊരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾക്കുണ്ടായ ഒരു വയറുവേദനയും ഓവറിയിൽ ചുറ്റിക്കിടക്കുന്ന ഫലോപ്പിയൻ ട്യൂബും അത് യൂട്രസിനെ ബാധിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ടും അത് അവരുടെ പ്രവർത്തനങ്ങളെ അത് നിർജ്ജീവമാക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ടും
അത് സർജറിയിലേക്ക് പോകണമെന്നും റിമൂവ് ചെയ്യണമെന്നും ആദ്യത്തെ സ്കാനിങ് റിപ്പോർട്ട് കുടുംബത്തിന് ലഭിക്കുന്നു. അവിടെ നിന്ന് അത് ആശുപത്രിയിൽ അവിടെ കൈകാര്യം ചെയ്യുവാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെച്ചപ്പെട്ട ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു. ഏതാണ്ട് 1 മണിക്കൂർ സമയമെടുത്ത് അടുത്ത ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കുടുംബം മുഴുവനും പരിശുദ്ധ കൃപാസന മാതാവിൽ മകളെ സമർപ്പിച്ചുകൊണ്ട് ഇടതടവില്ലാതെ കണ്ണീരോടെ സഞ്ചാരി മാതാവ് മകൾക്കൊപ്പം എത്തി മകളെ താങ്ങി സംരക്ഷിച്ച് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് നയിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ഓപ്പറേഷന് തയ്യാറായി നിൽക്കുന്ന ആശുപത്രിയിൽ ചെന്ന് രണ്ടാമത് ഒന്നുകൂടി സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ആ ഓവറി ചരിവൊന്നുമില്ലാതെ നേരെ ഇരിക്കുന്നുവെന്നും ഫലോപ്പിയൻ ട്യൂബ് ഓവറിയിൽ ചുറ്റിയിട്ടില്ലെന്നും ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും അതുകൊണ്ട് ഇത്തിരി ചുരുങ്ങിക്കിടക്കുന്ന ഫലോപ്പിയൻ ട്യൂബ് നിവർത്തിയിട്ടാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂവെന്നും പറഞ്ഞ ആ ഡോക്ടർമാർ അവർ ഗുരുതരമായ ഒരു ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയിരുന്നത് വളരെ നിസ്സാരമായ ആ ഫലോപ്പിയൻ ട്യൂബ് നിവർത്തുന്ന ഒരു ചെറിയ കാര്യം കൊണ്ട് ആ ഒരു കുഞ്ഞിൻ്റെ 10 വയസ്സ് 11 വയസ്സുള്ള മകളുടെ ആരോഗ്യത്തെ കൂടുതൽ സംരക്ഷിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ സഹോദരിയുടെയും അമ്മയുടെയും വാക്കുകളിൽ കടന്നുപോയ ആ മണിക്കൂറുകളിലുണ്ടായ തീവ്രമായ ആശങ്കകളും എന്നാൽ അതിനേക്കാൾ അധികം പരിശുദ്ധ കൃപാസന മാതാവിൽ ഇവർ അർപ്പിച്ച ശരണവും നന്നായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടി ഒപ്പെടുത്ത് കുഞ്ഞിനെ നാവിൽ വെച്ചു കൊടുത്തുകൊണ്ട് അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ടാണ് യാത്ര തുടങ്ങുന്നത് ആശുപത്രിയിലേക്ക്. ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അമ്മ കൂടെ ഇല്ലാത്തത് കൊണ്ട് നീ തന്നെ അമ്മയായി വരികയും നീ ഒരു സ്ത്രീ ആയതുകൊണ്ട് എൻ്റെ മകളെ അതിൻ്റെ ഏറ്റവും ക്ലേശപൂർണമായ നിമിഷങ്ങളിൽ കൂടെ നിന്ന് സഹായിച്ച് നല്ല ആരോഗ്യം വീണ്ടും കൊടുക്കുവാൻ അനുവദിക്കണമെന്നും അത് സർജറിക്ക് വിധേയമാവാതെ ആ കാര്യങ്ങളെ പരിഹരിച്ചു കൊടുക്കണമെന്നും കുടുംബം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സഞ്ചാരി മാതാവ് സൗഖ്യപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയുടെ കൃപയുടെ സംരക്ഷണം ആ മകൾക്ക് ലഭിച്ചതിൻ്റെ സന്തോഷത്തെയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. മാതാവിനോട് പറഞ്ഞതാണ്, സ്റ്റിച്ചെടുക്കുമ്പോൾ ഇവിടെ തന്നെ ആദ്യമായി വന്ന അമ്മയെ കണ്ടിട്ടേ വീട്ടിലേക്ക് പോവുകയുള്ളൂ. അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഇവിടെ എത്തി അമ്മ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചാണ് തിരികെ മടങ്ങുന്നത്. ബയോപ്സിയിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പ് വരുത്തി അമ്മ മാതാവ് പൂർണ്ണമായ ആരോഗ്യം നൽകി മകളെ സംരക്ഷിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഒരു രോഗത്തിൻ്റെ സൗഖ്യം എന്നതിനേക്കാൾ ഉപരി ഒരു കുടുംബത്തിൻ്റെ ആത്മീയത എങ്ങനെ കെട്ടുറപ്പോടുകൂടി നയിക്കുവാൻ ഉടമ്പടി ജീവിതത്തിലൂടെ സാധിച്ചുവെന്ന ഒറ്റയ്ക്കൊറ്റയ്ക്ക് തോന്നിയ സമയത്ത് പ്രാർത്ഥിച്ചിരുന്ന കുടുംബം ഒരുമിച്ചിരുന്ന് എല്ലാവരും മാറി മാറി പ്രാർത്ഥിക്കുന്ന രീതിയിൽ സന്തോഷത്തോടെ ആവേശത്തോടെ അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബ പ്രാർത്ഥന നടത്തുന്നതിന്, വചനം ഓരോരുത്തരും ചേർന്ന് വായിക്കുന്നതിന്, കൂടുതൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് കുടുംബത്തെ ഈ ഉടമ്പടി ജീവിതം സഹായിക്കുകയും നയിക്കുകയും ചെയ്തുവെന്ന് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.